യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ ഐ ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തി. അപമാനിച്ചു എന്ന വിലയിരുത്തലിലാണ് അബിൻ വർക്കി. 2 വർഷം മുൻപ് നിഷേധിച്ച സ്ഥാനം തലയിൽ കെട്ടിവെച്ചു എന്നാണ് പ്രതികരണം. സംഘടനാ ചട്ടക്കൂട്ടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി എന്നും വിലയിരുത്തലുണ്ട്. അബിൻ വർക്കി നാളെ രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് റിപ്പോർട്ടുകൾ. 24 ബിഗ് ബ്രേക്കിംഗ്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. സലീമ, യൂത്ത് കോൺഗ്രസിൽ ഈ ഇല്ലാത്ത പദവികൾ ഒക്കെ പുതുതായി കൊണ്ടുവന്ന് ഗ്രൂപ്പിലെ താല്പര്യങ്ങൾ അനുസരിച്ച് ആളുകളെ തിരികെ കയറ്റുന്നു. വർക്കിംഗ് പ്രസിഡന്റ് ഒക്കെ അങ്ങനെ ഉണ്ടായ പദവിയാണ്. ഒപ്പം അബിൻ വർക്കി ദേശീയ ചുമതല, ഇപ്പോൾ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്ന ഈ പദവി ഏറ്റെടുക്കേണ്ടതില്ല എന്നൊക്കെ ഐ ഗ്രൂപ്പിനകത്ത് വിമർശനവും സമ്മർദ്ദവും ഒക്കെ വരുന്നുണ്ട്. നാളെ മാധ്യമങ്ങളെ കാണുന്ന ഒരു പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ അബിൻ വർക്കിയെ പോലൊരു നേതാവ് പ്രതികരിക്കുമോ? എന്താണ് ആ ക്യാമ്പിലെ ഐ ഗ്രൂപ്പിലെ വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ ഇപ്പോഴുള്ള അവസ്ഥ അനുസരിച്ച് അബിൻ വർക്കി ഒരു പരസ്യ പ്രതികരണം, പാർട്ടിയുടെ ഈ തീരുമാനത്തിനെതിരെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിനായി തന്നെയാണ് അബിൻ വർക്കി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളതും. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ചില അനുനയ ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അബിൻ വർക്കിയുടെ ഒരു നിലപാട് തന്നെ അപമാനിച്ചു എന്നുള്ളതാണ്. നിലവിലുള്ള പദവിയിൽ നിലനിർത്തിയിരുന്നെങ്കിൽ പോലും അപമാനിച്ചു എന്ന തോന്നലുണ്ടാവില്ലായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് 2 വർഷം മുമ്പ് തനിക്ക് വെച്ച് നീട്ടി താൻ നിരസിച്ച പദവിയാണ് ദേശീയ സെക്രട്ടറി. ആ പദവി തരുകയും സംസ്ഥാനത്ത് നിന്ന് തന്നെ അപ്രസക്തനാക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ എന്നുള്ളതാണ് പറയുന്നത്. സംഘടനാ ചട്ടക്കൂടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി എന്നും അബിൻ വർക്കി വിലയിരുത്തുന്നുണ്ട്. ഇതേ വിലയിരുത്തലാണ് ഐ ഗ്രൂപ്പിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക നീതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, അതിന് പിന്നാലെ അപമാനിക്കുന്ന രീതിയും ഉണ്ടായി. ഒപ്പം തന്നെ മറ്റേതെങ്കിലും ഗ്രൂപ്പുകാരെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ഗ്രൂപ്പ് വീതം വയ്പ് ഉണ്ടാകുമ്പോഴും അതിൽ ഒരു മര്യാദ പാലിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ എല്ലാം കെ വേണുഗോപാലിന്റെ മാത്രം തന്നിഷ്ടത്തിനാണ് കാര്യങ്ങൾ നിന്നത്. കെ വേണുഗോപാൽ പക്ഷക്കാരനായതുകൊണ്ട് മാത്രമാണ് ഇല്ലാത്ത പദവി ഉണ്ടാക്കി ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത്. ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെ നോമിനി ആണെങ്കിൽ പോലും കെ വേണുഗോപാലും ഒപ്പമാണ് ഇപ്പോൾ എന്നുള്ളതാണ് OJ ജനീഷിന് തുണയായത് എന്നതൊക്കെ ഐ ഗ്രൂപ്പ് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു പൊട്ടിത്തെറിയും പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളും ഒക്കെ. പക്ഷെ അതൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഒരുപക്ഷെ നാളെ അങ്ങനെ തന്നെ ഈ കരുതാത്ത വിധം പരസ്യ പ്രതികരണത്തിലേക്ക് പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അതിന്റെ അനുനയ ശ്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വിജയകുമാർ, കെ വേണുഗോപാൽ കേന്ദ്രീകൃത നീക്കങ്ങൾക്കെതിരെയാണ് ഐ ഗ്രൂപ്പ് ഒരു കലാപക്കൊടി ഉയർത്തുന്നത്. അത് എത്രത്തോളം പോകും? പരസ്യ പ്രതികരണത്തിന് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അത് നാളെ അതേ നിലയിൽ നടക്കുമോ, അതിൽ സമവായം ഉണ്ടാകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഐ ഗ്രൂപ്പ് അസ്വസ്ഥമാണ്. അതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പരസ്യമായി വേണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആ ഗ്രൂപ്പ് ക്യാമ്പിലെ തീരുമാനമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. വിശദാംശങ്ങളാണ് സലീം മാലിക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.